ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് ചെറുതായിട്ടുള്ളൊരു ഡേ ഇൻ മൈ ലൈഫാണേ. ഇതിൽ ഫുള്ളായിട്ട് അങ്ങനെ വീഡിയോ ഇല്ല, കുറച്ച് കുറച്ചായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് കണ്ടു നോക്കുക, അതുപോലെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ നിസ്കാരമെല്ലാം കഴിഞ്ഞ് കുട്ടികളെ മദ്രസയിൽ പറഞ്ഞേക്കാൻ വേണ്ടിയിട്ട് അവരെ വിളിക്കാൻ പോകുന്നതാണ്. അപ്പോൾ ഒരു മോള് അനിയത്തീൻ്റെ കൂടെയാണ് കേട്ടോ ഉറങ്ങൽ, ഒരാൾ എൻ്റെ കൂടെയും. അങ്ങനെ ഓളെ വിളിച്ച് എണീപ്പിക്കുന്നുണ്ട്. അങ്ങനെ കുറേ സമയം വിളിച്ചതിന് ശേഷം മക്കൾ എണീച്ചിട്ടുണ്ട്. അങ്ങനെ അവർ ഫ്രഷായി പിന്നെ അവരെ മദ്രസയിൽ പറഞ്ഞേക്കാൻ വേണ്ടി നോക്കുന്നതാണ്. അവർക്ക് ചായയെല്ലാം കൊടുത്തിട്ട് അപ്പോൾ അവർ ഇങ്ങനെ കഥയെല്ലാം പറഞ്ഞ് ഇങ്ങനെ ചായയെല്ലാം കുടിക്കുന്നുണ്ട്. എവിടെയില്ല, 7 മണിക്കാണ് മദ്രസ. ഇവർ 7 മണിക്കാണെങ്കിൽ ഇവരൊരു 6:45 തന്നെ മദ്രസയിലെത്തലുണ്ട്. ഇപ്പോൾ സ്കൂളൊന്നും ഇല്ലാത്തതുകൊണ്ട് നേരത്തെ തന്നെ എത്തലുണ്ട്. ഇനി സ്കൂൾ തുറന്നാലാണ് കുറച്ച് ലേറ്റെല്ലാം ആവുക. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ തിരിഞ്ഞ് നോക്കിയിട്ട് എന്താ ചെയ്യുന്നതെന്നെല്ലാം നോക്കുന്നുണ്ട്. ഞാനിങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ അങ്ങനെ അവരങ്ങനെ മദ്രസയിലേക്ക് പോയി. ഇനി അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ ചായ കുടിക്കലാന്ന്. അതായത് എനക്കുള്ള ചായ കുടിക്കലാന്ന്. ഞാനിവിടെ ഉണ്ണിയപ്പം മറ്റേ ആ മധുരമുള്ള ആ സാധനവും കൂടി രണ്ടും കൂടി എടുത്തിട്ട് ചായ കുടിക്കുന്നുണ്ട്. പിന്നെ മുറ്റത്തിറങ്ങിയപ്പോൾ അന്ന് പിറ്റേന്ന് നല്ല മഴ പെയ്തിന്. അപ്പോൾ മുറ്റം കാണാൻ നല്ല രസമുണ്ടായിരുന്നു. മഴ പെയ്തിട്ട് മുറ്റം കാണാൻ നല്ല രസമല്ലേ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞപാട് മോനെ എണീച്ചിട്ടുണ്ട്. പിന്നെ അങ്ങനെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. എനിക്ക് ഏറ്റവും മടിയുള്ള സംഭവമാണ് ഈ ചെറിയ കുട്ടികളെ ഫീഡ് ചെയ്യുന്നത്. കാരണം അവർ വേഗമൊന്നും കഴിക്കില്ല. പിന്നെ കഴിക്കുന്നുണ്ടെങ്കിൽ തന്നെ കുറേ സമയം എടുക്കില്ലേ. പിന്നെ എന്തായാലും അവരെ കൊടുത്തല്ലേ പറ്റൂ, നമ്മളെല്ലാം ഉള്ളു കൊടുക്കാൻ. അപ്പോൾ അങ്ങനെ മോനെ ഫീഡ് ചെയ്യുന്നുണ്ട്. ഇവനിത് കഴിച്ചിട്ടേ ഇല്ല. ഞാനിങ്ങനെ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ മിക്സിയിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ടാണ് കൊടുക്കൽ. പക്ഷേ ഇവനെ കഴിക്കൂല. അങ്ങനെ അല്ലെങ്കിൽ രാവിലെ തന്നെ എണീച്ചതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഉറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അതെല്ലാം കഴിച്ചിട്ടൊന്നുമില്ല. അങ്ങനെ അതിന് ശേഷം ഓനങ്ങനെ ഉറങ്ങി. പിന്നെ ഞാൻ വേഗം അലക്കാനിറങ്ങി. അന്ന് കുറച്ചധികം തന്നെ അലക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ അലക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ നമുക്കിവിടെ വെള്ളം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ വെള്ളം വലിച്ചിട്ട് വേണം എല്ലാം ചെയ്യാൻ. കാരണം ഇപ്പോൾ വേനലായതുകൊണ്ട് തന്നെ വെള്ളം കുറവല്ലേ, എല്ലായിടെയും വെള്ളം കുറവാണ്. അപ്പോൾ നമ്മളെ കിണറ്റിലും അങ്ങനെ വെള്ളമില്ല. അപ്പോൾ എല്ലാ സംഭവവും വെള്ളം വലിച്ചിട്ട് വേണം നമ്മൾ ചെയ്യാണ്ടിരിക്കൽ. അതുകൊണ്ട് തന്നെ ഭയങ്കര റിസ്ക്കാണ് കേട്ടോ. കൈയെല്ലാം ഇങ്ങനെ എന്തോ മുറിഞ്ഞ പോലെയുള്ളതായിട്ടുണ്ട് ഇങ്ങനെ വെള്ളം വലിച്ചിട്ട്. അങ്ങനെ എല്ലാം വെള്ളം വലിച്ച് ഇങ്ങനെ അലക്കലും അതുപോലെ തുണിയെല്ലാം വാഷ് ചെയ്ത് ഇങ്ങനെ എല്ലാം ഉണക്കാനിടലും അതെല്ലാം ചെയ്യുന്നുണ്ട്. ഇതെല്ലാം മോൻ എണീക്കുമ്പം തന്നെ ചെയ്യണോ, അല്ലെങ്കിൽ നല്ല പണി കിട്ടും. കാരണം പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ അലക്കി കഴിഞ്ഞതിന് ശേഷം ഓൻ എണീച്ചിട്ട് ഞാൻ മുറ്റത്തുള്ളതെന്ന് പറഞ്ഞിട്ട് ഓനങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ ഓൻ മുറ്റത്തിൽ നിന്ന് ഇങ്ങനെ കളിക്കുന്നുണ്ട്. ഇന്നേത് ഇതിപ്പം ഞാൻ രണ്ടാളെയും കുളിപ്പിക്കാൻ വേണ്ടി നോക്കുന്നതാണ്. പിന്നെ അന്ന് നമുക്കൊരു വീട്ടിൽ കൂടലുണ്ടായിന്, ഹൗസ് വാമിങ് ഉണ്ടായിന്. അപ്പോൾ അതിന് വേണ്ടി പോകാൻ വേണ്ടിയിട്ട് രണ്ടാളെയും കൂടി കുളിപ്പിക്കുന്നതാണ്. പക്ഷേ എൻ്റെ മോന് കുളിക്കുന്നത് തീരെ ഇഷ്ടമല്ല. അത് അങ്ങനെ ഞാനും ഫ്രഷായി പിന്നെ നിസ്കരിച്ചിട്ട് ഞാൻ തന്നെ ഇറങ്ങാൻ വേണ്ടി നോക്കുന്നുണ്ട്. ഇതാ ഞാൻ എന്ത് ചെയ്യുമ്പോൾ എൻ്റെ ബാക്കിൽ തന്നെ ഉണ്ടാവും. കാരണം എന്നെ ഒന്നും ചെയ്യാൻ പാടില്ല. ഇപ്പോൾ കരനോട് എൻ്റെ ബാക്കിൽ തന്നെ ഉണ്ടാവും. നിസ്കരിക്കുമ്പോൾ എൻ്റെ അടുത്ത് വന്നിരുന്നിട്ട് ഇങ്ങനെ ഓരോന്ന് കാണിച്ചു തരുന്നതാണ്. ഇതിപ്പം ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നത് ചൂടൂരുമാണ്.
അതുകൊണ്ട് നമ്മൾ വീട്ടിൽ നിന്ന് അങ്ങനെ ഡ്രസ്സ് ഇട്ട് കൊടുക്കില്ല, ചൂടായതുകൊണ്ട് തന്നെ. പിന്നെ ഇങ്ങനെ ഓരോന്ന് കാണിച്ചിട്ട് ഇങ്ങനെ കളിക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ പോകാൻ വേണ്ടി നോക്കുന്നുണ്ട്. പിന്നെയെന്ന് വെച്ചാൽ നമ്മളെവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ അന്ന് പിന്നെ റൂമിൻ്റെ കാര്യം പറയണ്ട, എല്ലാം വലിച്ചിട്ടിട്ട് എല്ലാം കൊളാക്കിയിട്ടുണ്ടാവും. ലാസ്റ്റത്തെ നമ്മളെല്ലാം റെഡി ആയിക്കഴിഞ്ഞ് ലാസ്റ്റ് ഞാനെല്ലാം റൂമെല്ലാം ക്ലീൻ ചെയ്ത് അങ്ങനെയാണ് കേട്ടോ പോവല്. ഇപ്പം തന്നെ കണ്ടില്ല, ഇതാ ഇങ്ങനെ ഷോളെല്ലാം ബെഡിലെല്ലാം ഉണ്ട്. അതിതാ മോന് ഹെയറെല്ലാം സെറ്റാക്കി കൊടുത്തിട്ട് നമ്മളെല്ലാവരും റെഡി ആയിട്ടുണ്ട്. പിന്നെ അങ്ങനെ ഇതാ ഓന് ചെരുപ്പെല്ലാം ഇട്ടിട്ട് നമ്മളങ്ങനെ പോകുന്നുണ്ട്. അങ്ങനെ റൂമിലൊന്ന് ഒതുക്കി ക്ലീൻ ചെയ്ത് വെച്ചിട്ട് എന്താ പോകാൻ വേണ്ടി നോക്കലാന്ന്. ഇത് അനിയത്തിൻ്റെ മോനാണ് അസാന്. അപ്പോൾ അവന് നമ്മളെ കൂടെ വരണമെന്ന് പറഞ്ഞിട്ട് കരയുന്നതാണ്. കാരണം നമ്മൾ ബൈക്കിലാണ് പോവുക, അപ്പോൾ എല്ലാവരെയും കൂട്ടിയിട്ട് അങ്ങനെ പോകാനാവില്ലല്ലോ. അങ്ങനെ ഇതാ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പോകും പിന്നെ ഞാൻ ഇതുപോലെ വീഡിയോ അതുപോലെ ഫോട്ടോയിൽ ഇങ്ങനെ എടുക്കും. എനിക്കിങ്ങനെ വീഡിയോ ഫോട്ടോയിൽ എടുക്കൽ ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അതുപോലെ ഞാനിങ്ങനെ എപ്പോഴെങ്കിലും ഇങ്ങനെ കൈയൊന്ന് ഫ്രീ ആയാൽ ഞാനിങ്ങനെ ഫോട്ടോ വീഡിയോ എല്ലാം എടുക്കും. അങ്ങനെ നമ്മളിവിടെ എത്തി. നമ്മളെ വീട്ടിൻ്റെ അടുത്ത് തന്നെയാണ്, ഉള്ളിൽ തന്നെയാണ് ഹൗസ് വാമിങ്. അപ്പോൾ ഇതാ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇത് അനിയത്തിയാണ്. അനിയത്തി ഞാൻ അവളോട് പറഞ്ഞു എൻ്റെ വീഡിയോ ഞാൻ എടുക്കാം, നീ ഇങ്ങനെ നടന്നിട്ട് പോകാമെന്നെല്ലാം പറഞ്ഞു. അങ്ങനെ നമ്മളെടുത്തതാണ്. ഇതാണ് കേട്ടോ വീട്. നല്ല അടിപൊളി വീടായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. പിന്നെന്താണ് അപ്പോൾ ഇതൊരു ഉച്ച ടൈമായിട്ടുണ്ടാവും. ഉച്ചയെന്ന് വെച്ചാൽ ഒരു 3 മണി സമയം, ആ ഒരു ടൈമാണ്. പിന്നെ നമ്മൾ കണ്ണാടിയിൽ നമ്മളെ തന്നെ നോക്കി ഇങ്ങനെ വീഡിയോയിൽ എടുക്കുന്നുണ്ട്. അങ്ങനെ എടുത്ത് വലിയ തിരക്കൊന്നും ഉണ്ടായിട്ടില്ല. കാരണം എന്താണെന്നറിയില്ല, വലിയ തിരക്കൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് നമ്മളിങ്ങനെ ഇതാ വർത്തമാനം പറയുന്ന പോലെയെല്ലാം, എൻ്റെ അനിയത്തിമാർ തന്നെയാണ്, പക്ഷേ നമ്മളിങ്ങനെ വർത്തമാനം പറയുന്ന പോലെയെല്ലാം ആക്കിയിട്ട് ഇങ്ങനെ വീഡിയോയിൽ എടുക്കുന്നതാണ്. പിന്നെന്താന്ന് അങ്ങനെ പ്രത്യേകിച്ച് വേറെ ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ അവിടുന്ന് നമ്മളിങ്ങനെ സംസാരിക്കുന്ന പോലെയെല്ലാം ആക്കിയിട്ട് ഇങ്ങനെ ഒരു സൈഡിൽ ഫോണെല്ലാം വെച്ചിട്ട് ഇങ്ങനെ വീഡിയോ എടുത്തിട്ടുണ്ട്. പുറത്ത് നല്ല മഴയേനു. അപ്പോൾ ഇത് അങ്ങനെ അത്രയും പരിപാടി ഉണ്ടായിട്ടുള്ളൂ. പിന്നെ എന്തായാലും നല്ല മഴ പെയ്തിട്ടുണ്ട്. മഴയാണ് പുറത്ത്, നല്ല മഴ വരാനൊന്നും പറ്റിയിട്ടില്ല. പിന്നെ ബീഫ് ബിരിയാണിയാണോ, നല്ല രസമുണ്ടായിരുന്നു. ഇതിപ്പോൾ എൻ്റെ ഫാമിലിയിലെ ഒരു കുട്ടിയാണ്, നല്ല മോളാണ്. അപ്പോൾ ഓളോട് ഞാൻ ഇങ്ങനെ പറഞ്ഞ് ഞങ്ങൾക്ക് യൂട്യൂബ് ചാനലുണ്ട് എന്നെല്ലാം പറഞ്ഞിട്ട് അങ്ങനെ ഓളെയും കൂട്ടിയിട്ട് ഒരു സെൽഫിയിലെടുത്ത് അങ്ങനത്തെ അങ്ങനെ എല്ലാവരും നമ്മളെ പോകാൻ വേണ്ടി തിരിച്ച് വീട്ടിലേക്ക് പോകാൻ വേണ്ടി നോക്കുന്നതാണ്. അങ്ങനെ വീട്ടിലെല്ലാം എത്തി. പിന്നെ കുറേ സമയം ഞാൻ കിടന്നുറങ്ങി. അങ്ങനെ ഇതാ മഗ്‌രിബിൻ്റെ സമയത്ത് നമ്മൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പഴം വാട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ചായ ഒരു ഭാഗത്താകുന്നുണ്ട്. പിന്നെ ഞാനങ്ങനെ ചായക്ക് അങ്ങനെ കടി വേണമെന്നുള്ള അങ്ങനെ നിർബന്ധമൊന്നുമില്ല, വലിയ നിർബന്ധമൊന്നുമില്ല. ഉണ്ടെങ്കിൽ അങ്ങനെ കടി കൂട്ടിയിട്ട് ചായ കുടിക്കും, അല്ലെങ്കിൽ കാൽ ചായ തന്നെ കുടിക്കും. അപ്പോൾ അത്രയല്ലേ ഉള്ളൂ. അങ്ങനെ എന്താ ചായ കുടിക്കുന്നുണ്ട്. എല്ലാവരും ചായ കുടിച്ച് കഴിഞ്ഞ് ഇതിപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ചായ ഒന്നും കൂടി കുടിക്കുന്നതാണ്. ഒരു പ്രാവശ്യം ചായ കുടിച്ച് കഴിഞ്ഞിട്ടാ. അപ്പോൾ അനിയത്തി എല്ലാം കണ്ടിട്ട് ഇങ്ങനെ എന്നോട് ഇങ്ങനെ കളിയാക്കിയിട്ട് ഇങ്ങനെ എന്തെല്ലോ പറഞ്ഞ് ചിരിക്കുന്നുണ്ട്. ഇനി ഇതാ മഗ്‌രിബിൻ്റെ സമയത്ത് ഓത്ത് നിസ്കാരമെല്ലാമായിട്ട് കുറച്ച് സമയം അതിന് വേണ്ടിയിട്ട് മാറ്റി വെക്കും. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് പിന്നെ ഇതിപ്പോൾ രാത്രിക്കത്തെ ഫുഡാക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. ഇതിപ്പോൾ ഉമ്മാമയാണ് കേട്ടോ, അതായത് എൻ്റെ ഉമ്മാൻ്റെ ഉമ്മാമയാണ് ഇതെല്ലാം കട്ട് ചെയ്ത് തരുന്നത്. എനിക്ക് കറി ഞാൻ വെക്കും. അന്ന് നമ്മൾ ഒറോട്ടിയും ഇറച്ചിക്കറി ചിക്കൻ കറിയാണ് ആക്കാൻ വേണ്ടി നിന്നിട്ടുള്ളത്. അപ്പോൾ കറി ഞാൻ ഉണ്ടാക്കും, ഒറോട്ടി അനിയത്തി ചുടും. അപ്പോൾ ഉമ്മാമ അതിന് വേണ്ടിയിട്ട് ഇതെല്ലാം കട്ട് ചെയ്ത് തരുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ വീഡിയോ എടുക്കണമെന്നിങ്ങനെ പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞ് എന്നാൽ എൻ്റെ ഇതെല്ലാം ഒരു സൈഡിലേക്ക് മാറ്റി വെക്ക്, എന്നിട്ട് എടുക്കുന്നെല്ലാം പറഞ്ഞു തന്നേ. അങ്ങനെ അപ്പോൾ ഇതാ ചിക്കൻ കഴുകാൻ വേണ്ടി നോക്കുന്നുണ്ട്.
ഇതിപ്പോൾ നമുക്ക് ഒരാളെ ഹെൽപ്പിനുണ്ടെങ്കിൽ തന്നെ നമുക്ക് പണിയെല്ലാം വേഗം ഈസി തന്നെ എടുക്കാൻ പറ്റും. അന്ന് ഉമ്മാമ്മ കട്ട് ചെയ്ത് തന്നിട്ടുണ്ട്, ഞങ്ങൾക്ക് വേഗം കറിയെല്ലാം ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾക്കിപ്പോൾ പിന്നെ വീഡിയോ എടുക്കുമ്പോൾ ഫോൺ എവിടെ വെക്കണ്ടേന്നുള്ളൊരു ഐഡിയ ഞങ്ങൾക്ക് ഇപ്പോഴും കിട്ടിയിട്ടില്ല. കാരണം വീഡിയോ എടുത്തു കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾക്ക് മനസ്സിലാകും ഇത് ഇങ്ങനെ ആയിപ്പോയല്ലോ അങ്ങനെ ആയിപ്പോയല്ലോ, ആ ഒരു ചിന്ത പിന്നെ വരിക. അതുപോലെ തന്നെ വോയിസ് കൊടുക്കുന്ന സമയത്തും ഞാൻ എന്താ പറയുക, ഞാനിപ്പോൾ എൻ്റെ ഫ്രണ്ട്സിനോടെല്ലാം സംസാരിക്കുന്ന അതേ രീതിയിൽ തന്നെയാണ് കേട്ടോ ഇങ്ങനെ വോയിസ് കൊടുക്കുന്നത്. എൻ്റെ ഫാമിലിയിൽ നിന്ന് തന്നെ എല്ലാവരും പറയലുണ്ട് എൻ്റെ സംസാരം ഒന്ന് ശരിയാക്കാനുണ്ട് അങ്ങനെ എങ്ങനെയാണെന്നല്ലോ. പക്ഷേ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് എങ്ങനെയാണ് സംസാരിക്കുന്നത് അതേ രീതിയിൽ തന്നെയാണ് ഞാനിതിലും പറയുന്നത്. പിന്നെ ഞങ്ങൾക്ക് അങ്ങനെ ആർട്ടിഫിഷ്യലായിട്ട് ഇങ്ങനെ പറയാൻ കണ്ണൂർ അതേ വീഡിയോസെല്ലാം കാണുന്നവരാണെങ്കിൽ അവർക്ക് മനസ്സിലാവും. കാരണം നമ്മളെ ഭാഷ എങ്ങനെയാണ്, കണ്ണൂർ ഭാഷ അതേ സ്ലാങ്ങിൽ തന്നെയാണ് വരിക. ആടാ ഇല്ലപ്പ എന്നാന്ന് അങ്ങനെയുള്ള ആ ഒരു ലാംഗ്വേജിലേ വരും. പിന്നെ ഇനി അടുത്തത് എന്താണെന്ന് വെച്ചാൽ ഇതിലൊന്നും ക്ലീൻ ചെയ്തെടുക്കാനുണ്ട്. നമ്മൾ കട്ട് ചെയ്തതും അതുപോലെ കറി വെക്കാൻ എടുത്ത സംഭവങ്ങളെല്ലാം എല്ലാ സാധനവും എടുത്തെടുത്ത് വെച്ച് അങ്ങനെ എല്ലാം ഒന്ന് മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. നമ്മളെ വീട്ടിലെന്ന് വെച്ചാൽ വേദിൻ്റെ എല്ലാം ഒന്ന് ഇതാവും, അതായത് കച്ചറയെല്ലാം പെട്ടെന്ന് തന്നെ ആവും. ക്ലീൻ ചെയ്താൽ നല്ല നീറ്റും ആയിരിക്കും. അതുപോലെ തന്നെ വേഗം വീട് എന്താ പറയുക വൃത്തികേടും ആവും. അങ്ങനെ ആ ഒരു ടൈപ്പ് വീടാണ് കേട്ടോ. കാരണം കുട്ടികളെല്ലാം ഉള്ളതുകൊണ്ട് തന്നെ അവർ എന്തെല്ലോ വലിച്ച് വാരിയിടും, പിന്നെ അങ്ങനെയെല്ലാം ഉണ്ടാവുക. അപ്പോൾ ഇതാ എല്ലാം ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ ഇതാ മഞ്ഞപ്പൊടിയെല്ലാം ഒന്ന് അതിൻ്റെ പാത്രത്തിൽ ഇടാനുണ്ടായിന്, അപ്പോൾ അതെല്ലാം ഒന്ന് ഇട്ട് വെക്കുന്നുണ്ട്. അതേപോലെ ഇതാ ഉപ്പ വരുമ്പോൾ മുട്ടയെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്, അപ്പോൾ മുട്ടയെല്ലാം ഒന്ന് എടുത്ത് വെക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് പരിപാടികൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അന്ന് വേഗം തന്നെ എന്താ പറയുക വേഗം തന്നെ പണിയെല്ലാം ഫുഡെല്ലാം വേഗം ഉണ്ടാക്കി കഴിഞ്ഞപ്പം തന്നെ വേഗം തന്നെ ക്ലീൻ ചെയ്ത് എല്ലാം കഴിഞ്ഞപ്പം തന്നെ വേഗം തന്നെ പണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ രാത്രി നമ്മൾ കുറേ സമയം എടുക്കും, ഒരു 11 മണിയെല്ലാം ആവും നമ്മൾ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പാത്രമെല്ലാം കഴുകി എല്ലാം ക്ലീൻ ചെയ്തെടുക്കുമ്പോൾ തന്നെ കുറച്ച് സമയം തന്നെ ലേറ്റാവും. അപ്പോൾ ഇതാ എല്ലാം വേഗം തന്നെ റെഡിയാക്കി സെറ്റാക്കി ഫ്രിഡ്ജിലെല്ലാം വെക്കുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ അന്ന് ഒറോട്ടിയാന്ന് നിന്ന്, അപ്പോൾ ഇതാ അനിയത്തി ഒറോട്ടി ചുട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇതാ എല്ലാവരും കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റ് ഞങ്ങൾക്ക് വീഡിയോ എടുക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ ലാസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാൻ വേണ്ടി ഇരുന്നിട്ടുള്ളത്. അപ്പോൾ ഇതാ കാരണം എല്ലാവരും ഉണ്ടാകുമ്പോൾ അവരുടെ മുന്നിൽ വീഡിയോ എടുക്കുമ്പോൾ എനിക്കും എന്തോ പോലെയാണ് അവർക്കും എന്തോ പോലെയാണ്. ഇത് സ്റ്റാർട്ടിങ്ങിലായതുകൊണ്ടായിരിക്കും പിന്നെ റെഡി ആവുമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ 2 ഒറോട്ടിയേ കഴിച്ചിട്ടുള്ളൂ. അങ്ങനെ ഇതാ ഒറോട്ടി എടുത്തിട്ട് കറിയിൽ ഒഴിച്ചിട്ട് അങ്ങനെ കഴിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട്. അങ്ങനെ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ഡേ ഇൻ മൈ ലൈഫ്. അപ്പോൾ കുറച്ച് ഭാഗങ്ങളെ ഞങ്ങൾക്ക് എടുക്കാൻ പറ്റിയിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് കണ്ടിട്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. എപ്പം പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങളെല്ലാവരും ഫാമിലി ഗ്രൂപ്പുകളിലൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം.